ലൈവില് 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 Good evening, everyone. Hello. വരട്ടെ വരട്ടെ, എല്ലാവരും വരട്ടെ. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ആയിക്കട്ടെ കേട്ടോ നമ്മുടെ ആൾക്ക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആളിപ്പോ വരൂ. ഹലോ. അപ്പം അഖിന ഓൺ ബോർഡ്. വിസിബിൾ ആണല്ലോ അല്ലേ? രണ്ടുപേരുടെയും സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടോ? അഖി ഒന്ന് സംസാരിക്ക്. ഞാൻ പറഞ്ഞ കേക്കാവോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇപ്പൊ സമയം 5:01. 5:02 വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, കേൾക്കുന്നുണ്ട് പോലും. മൂസ ഇടയ്ക്ക് ബ്ലർ ആവുന്നുണ്ട്. ബ്ലർ ആവുന്നുണ്ട്. സീനിയറിലല്ലോ ഇപ്പൊ? ഇല്ല. ഓക്കെ, അപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് അഖിനയാണ്. ഇതേപോലെ തുടക്കത്തിൽ പറയേണ്ടത്, ഇത് ചില്ലർ ടോക്കീസിന്റെ ഫസ്റ്റ് സീസൺ ആണ്. ഫസ്റ്റ് സീസണിൽ നമ്മൾ ഫയർഫ്ലൈസിന്റെ റെപ്രസെന്റേഷനിലൂടെ ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓഡിബിൾ ആണെങ്കിൽ എനിക്ക് ക്ലിയർ ആവുന്നില്ല മൂസ. ഓക്കെ ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇപ്പം കേൾക്കാവോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ, യാ. അപ്പൊ ഇന്ന് ചില്ലർ ടോക്കീസിന്റെ സീസൺ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് നമ്മുടെ കൂടെ ഉള്ളത് അഖിന മോഹനാണ്. അഖിന മോഹന്റെ വീട് കണ്ണൂരാണ്. ഇപ്പോ വയനാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഖിനയെ പറ്റി അഖിന തന്നെ കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ചോളൂ. അഖിന, ആരാണ് അഖിന എന്നുള്ളത് അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞോളൂ. അഖിന ആരാന്നൊക്കെ ചോദിച്ചാ സിംപ്ലി സാധാരണ ഒരാളാണ്. പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. തലശ്ശേരിയാണ് മൂസ പറഞ്ഞ പോലെ വീട് കണ്ണൂരില്. പഠിച്ചതൊക്കെ അവിടെ തന്നെ ആയിരുന്നു. ഡിഗ്രി വരെ കണ്ണൂരായിരുന്നു. ബ്രണ്ണൻ കോളേജ് വരെ എത്തി ഡിഗ്രി. നല്ലൊരു അത്യാവശ്യം അടിപൊളി ക്യാമ്പസ് ലൈഫും സ്കൂൾ ലൈഫും ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലി, അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹം കഴിഞ്ഞു, ദുബായിൽ സെറ്റിലാണ്. ഒരു മോളുണ്ട്. PG കാസർഗോഡ് കഴിഞ്ഞ് ഇപ്പൊ 1 വർഷമായിട്ട് വയനാട്ടിലുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ. പിന്നെ ഇടയ്ക്ക് വന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നു. സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫയർഫ്ലൈസിനെ റെപ്രസെന്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ഈ സീസണിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഗൗതം ഉണ്ടായിരുന്നു. ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. സൗണ്ട് ആണോ? എന്റെ ആണോ? എനിക്ക് ക്ലിയർ ആണ്. കമന്റ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കൂടുതൽ കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ നോക്കാം. അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിലോ. ഓക്കെ, അപ്പോ ഫയർഫ്ലൈസ്
എന്ന സംഭവം, ആ ഒരു പ്ലാറ്റ്ഫോം ആണ് ഇന്ന് എന്നെ ഇവിടെ ഇരുത്തി അഗ്നയെ അവിടെ ഇരുത്തിയിട്ട് നമ്മളെ സംസാരിപ്പിക്കുന്നത്. അപ്പോ ഈ ഫയർഫ്ലൈസ് എന്നുള്ളത്, ഫയർഫ്ലൈസിന് ഒരുപാട് മിഷൻസ് ഉണ്ട്, വിഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊന്നുമല്ല ചോദിക്കുന്നത്. അഗ്നയ്ക്ക് ഈ ഫയർഫ്ലൈസ് എന്നാൽ എന്താണ്? അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഫയർഫ്ലൈസ് എന്ന് വെച്ചാൽ എനിക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ മൂസാറല്ലേ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റീസൺ ഫയർഫ്ലൈസ് ആണ്. കാരണം ഞാൻ എന്റെ എന്താ പറയുക, എനിക്ക് ഇൻസ്പിറേഷണൽ ആവുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്ക് ആ ഒരു ഫീൽഡിൽ ആരും എന്റെ ഫാമിലിയിലൊന്നും ഇല്ല. ഞാനും പഠിച്ചത് സയൻസ് ആണ്, സുവോളജി പഠിച്ച് എൻവയോൺമെന്റ് സയൻസിൽ എത്തിയ ആളാണ്. അപ്പൊ ഇപ്പൊ ഉള്ള കറന്റ് ഫീൽഡ് ഞാനൊരു ഓർഗനൈസേഷനാണ് ഇവിടെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ വരാനുള്ള റീസൺ ഫയർഫ്ലൈസ് ആണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഫീൽഡിലാണ്. അപ്പം പിന്നെ ഫയർഫ്ലൈസിനെ കുറച്ചുകൂടി ഇമോഷനിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ കുറെ സ്വപ്നം കാണാനും ഞാനിപ്പോ നിലനിന്ന് പോകുന്നതില് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്പാർക്കാണ് എനിക്ക്. അതാണ് ഫയർഫ്ലൈസ്. എന്റെ നിലനിൽപ്പ് ഇപ്പൊ അതാണ്. ബാക്കി കംപ്ലീറ്റ്ലി എന്ന് പറയുന്നില്ല, എങ്കിലും ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു നിയർലി 80% അതാണ്. ബാക്കി 20%-ന് വേണ്ടിയുള്ള ആ 80%. ഓക്കെ. ഓ, ഇതിലപ്പുറം ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അഗ്നെ നമുക്കറിയാം, പിന്നെ ഫയർഫ്ലൈസിനെ അഗ്നെ ഇപ്പോ പറഞ്ഞു അഗ്ന എന്താണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നൊക്കെയാണ് വരുന്നത്, ഒരു സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അഗ്നയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് തോന്നുന്നല്ല, റിയാലിറ്റി പറയാം. അഗ്ന ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസോ സയൻസോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. അതിൽ നെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, PG നെറ്റ് ഹോൾഡർ ആണ്. സ്റ്റിൽ ഇപ്പോ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു സോഷ്യൽ വർക്ക് ഓർഗനൈസേഷനിലേക്കാണ് നേരെ കയറി ചെല്ലുന്നത്. PhD ഒക്കെ എടുത്തിട്ട് വലിയ ആളാവേണ്ട ആളാണ്. അപ്പം അതിനേക്കാളും വലിയ ഒരു ഡ്രീം ആയിട്ട് ഈ സോഷ്യൽ വർക്കിനെ കൊണ്ടുവന്ന് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു ചോയ്സ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോയ്സ് തിരഞ്ഞെടുത്തു സോഷ്യൽ വർക്ക് എന്ന സംഭവം? ഇത് ഞാനായിട്ട് തെരഞ്ഞെടുത്ത് വന്നൊരു ഫീൽഡ് അല്ല, അതൊന്നും തെരഞ്ഞെടുത്ത് വന്ന ഫീൽഡ് അല്ല. ഇപ്പൊ മൂസ പറഞ്ഞ എൻവയോൺമെന്റ് സയൻസ് എന്നുള്ളൊരു സബ്ജക്ട് അത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയല്ല. ഞാൻ സുവോളജി, ആനിമൽ സയൻസ് അന്വേഷിച്ചു പോയി. സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ എത്തിയാണ്. പക്ഷെ അത് എനിക്ക് എത്തിയതിനു ശേഷം മനസ്സിലായത് എൻവയോൺമെന്റ് സയൻസ് ഞാൻ എത്തേണ്ട ഒരു ഫീൽഡ് ആയിരുന്നു. എന്റെ ഇഷ്ടങ്ങളുടെ എവിടെയൊക്കെയോ അത് ഉണ്ട് എന്നുള്ളത്. അവിടെയും കുറെ എന്താ പറയാ, കുറെ എനിക്ക് ഡിസ്കംഫേർട്സ് ഉണ്ടായിരുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിൽ ഞാൻ എത്തിയത് ഫയർഫ്ലൈസിലായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നു, മൂസയ്ക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ 2018 ഫ്ലഡിന്റെ സമയത്ത് ലൈഫിൽ ആദ്യമായിട്ട് നമ്മളിങ്ങനെ മെസ്സേജ് ഷെയർ ചെയ്യും, അതൊക്കെ ചെയ്യും. അതല്ലാണ്ട് നന്നായി ഒരു കളക്ഷൻ പോയിന്റ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്ലഡിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാരും ഫ്ലഡിന്റെ റിലീഫിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമില്, എല്ലാരും. 2018. അപ്പൊ ആ ഒരു ടൈമില് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ, എന്തോ ഒന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ട്. അതിന്റെ പുറകെ ഇങ്ങനെ പോയി 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 ഇപ്പൊ ഞാൻ ചെയ്യുന്നതിന് എന്താ പറയാ, നമ്മളിപ്പോ എന്തൊക്കെയോ ആണ്, നമുക്ക് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം മാത്രം ഒതുങ്ങി നിൽക്കുന്നപ്പോ എന്നെ കൊണ്ട് ആരുടെങ്കിലും മുഖത്ത് സന്തോഷം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ കാരണം ആരെങ്കിലും ഹാപ്പി ആണെന്നറിയാം, ആ ഒരു സാധനത്തിലൊക്കെയാണ് ഇപ്പൊ ഉള്ളൊരു ഇത്. അതാണ് ഇവിടെ നിലനിന്ന് പോകുന്നത്. ഒരിക്കലും ബോറടിപ്പിക്കാണ്ടും എന്നും പുതുമയോടെ നിലനിൽക്കാനും തോന്നുന്നത് ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അതായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് അല്ലെ? അതാണ് പറയുന്നത്. കാരണം ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്, ആഗ്രഹിച്ച് നേടിയ ജോലിയാണെങ്കിലും ഒരു സമയം എത്തുമ്പം അടുത്ത കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ആഗ്രഹിച്ച് എത്തിയല്ല, എനിക്ക് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കാൻ കിട്ടി. അതില് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കണം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നെ കൊണ്ട് ബാക്കിയുള്ള ആർക്കൊക്കെയോ ഒരു ഹെൽപ്പ് എനിക്ക് നൽകാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ പിന്നെ അത് പോരെ. ഓക്കെ, അത് അടിപൊളിയായ ആൻസർ. ഇത് ചോദിക്കുമ്പോൾ
ഇപ്പൊ എന്തൊക്കെയോ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫയർഫ്ലൈസിൽ താങ്കൾ ആരാണ്, താങ്കൾ ഏതൊരു റോളാണ് ഇപ്പൊ ഫയർഫ്ലൈസിൽ ഇപ്പൊ വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയാവോ കുറഞ്ഞ വാക്കില്? ഫയർഫ്ലൈസ് താങ്കൾ ആരാണ് ഫയർഫ്ലൈസ്? കുറഞ്ഞ വാക്കില ഇപ്പൊ നമ്മൾ ഈ ടൈറ്റിൽ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തൊട്ടുള്ളത് കൊണ്ട് കോ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ഫയർഫ്ലൈസ് ഒരാളായിട്ട് തുടങ്ങിയല്ല, ഒരു ടീമാണ്. ആ ടീമാണ് എന്നും, അന്നും ഇന്നും എന്നും അതിന്റെ ശക്തി. ആ ടീമില് ഇന്നും എന്നും ആക്റ്റീവായിട്ട് ഒരാളാവണം എന്നുള്ളത് ഒരു കാര്യം, അതാണ് എന്നുള്ളത് അത് ഒന്നാമത്തെ കാര്യം. കുറഞ്ഞ വാക്ക് പറഞ്ഞ സ്റ്റാർട്ടിങ് തൊട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാള്. പിന്നെ അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞത് ഫെബ്രുവരിയിലാണ്. നമ്മുടെ കുട്ടി 6 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിലിപ്പോ നമ്മളൊന്ന് സ്ട്രക്ചറായി വരികയാണ്. ഇനി അങ്ങോട്ട് കുറെ സ്റ്റെപ്പുകൾ, വലിയ വലിയ സ്റ്റെപ്പുകൾ വെക്കാൻ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊരു വേറെ ഏരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ വായിൽ നാവ് കൊണ്ട് ജീവിച്ചു പോകുന്ന അത്യാവശ്യ ഒരാളായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മളെല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ വിങ്ങിന്റെ നിലവിലെ ഹെഡ് ആയിട്ട് നിൽക്കുന്നു. നമുക്ക് ഒരു റോള് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, കമ്മ്യൂണിക്കേഷൻ ടീമിനെ ഹെഡ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോഗ്രാം മാനേജ്മെന്റ് ടീം. ഒരു കാര്യം പറയാം, പലർക്കും അറിയാം ഈ അഗ്നയുടെ കോള് വരുന്ന സമയത്ത് പലരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പണി വരുന്നുണ്ടാവാറാച്ച എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ കോർഡിനേറ്റർ നിൽക്കുന്നൊക്കെ പറയുന്നത്. അപ്പം ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാവും, പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റെഗുലർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തും ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് പെൻഡിങ് ആയിട്ട് വരും. ചിലപ്പോൾ വിളിച്ചാൽ കോൾ എടുക്കില്ല, പല സിറ്റുവേഷൻസ് ഒക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു, എങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ചിലപ്പോൾ ആൻസർ. അല്ല, വിളിക്കുന്ന കാര്യം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൈലൻസ് ആയി ഇരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ആണ് എന്നുള്ളത്. അപ്പൊ ഫയർഫ്ലൈസ് എത്തിയപ്പോഴും എനിക്ക് കറക്റ്റ് കിട്ടിയത് അങ്ങനെയായിരുന്നു. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഡ്യൂട്ടി കിട്ടി. ആദ്യമൊക്കെ രസമാണ്, ആൾക്കാരടുത്ത് വിളിക്കുക, അവരടുത്ത് സംസാരിക്കുക, നല്ല രസമാണ്. വളണ്ടിയേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര രസമാണ്. ചില സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത റിപ്ലൈസ് ഒക്കെ കിട്ടുമ്പോ. പിന്നെ ഫോൺ കോള് അറിയുന്ന എപ്പോഴും പറയും ഞാൻ ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ളത്. മറുതലക്കിലുള്ള ആളോട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഭയങ്കര രസമല്ലേ. അപ്പൊ അതിലാണ് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ ഫയർഫ്ലൈസിന്റെ വളണ്ടിയേഴ്സിനെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു വൈബായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിനെ ബാക്കപ്പ് ചെയ്യാൻ ഞാൻ കണ്ടെത്തുന്ന വഴി വീണ്ടും സംസാരം തന്നെയാണ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ. ഒന്ന് ഇപ്പൊ നമ്മളെ ഇതിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട് എന്റെ സ്ട്രെസ് വരാണ്, പേഴ്സണൽ സ്ട്രെസ് ആണെങ്കിൽ ഞാൻ എന്റെ സെർട്ടൈൻ കോണ്ടാക്ട്സ് ഉണ്ടാവും എന്റെ ഒരു കംഫർട്ട് സോണിൽ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അവരെ വിളിക്കും, അവര് ഫ്രീ ആണോ എന്ന് ചോദിക്കും. ഒരാളല്ലെങ്കിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ അവരാരാണോ ഫ്രീ അവരടുത്ത് അങ്ങ് സംസാരിക്കും. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. എന്നെ കേൾക്കാൻ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോ എന്നെ കേൾക്കാൻ കുറെ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്റെ വലിയൊരു സ്ട്രെസ് റിലീസ്, ഇമോഷണൽ ബാക്ക് ബോൺ എല്ലാം. ഇനി വേറെ അടിപൊളി സാധനമുണ്ട്. അതായത് അഗ്രിയുടെ, പിന്നെ അഗി എന്റെ സീനിയർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അഗി എന്നാണ് വിളിക്കുക, അഗി ചിലപ്പോ എന്റെ മൂസാന്ന് വിളിക്കും. അപ്പൊ അതാ സെൻസിൽ എടുത്താൽ മതി. പിന്നെ അഗിന്റെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു സാധനമുണ്ട്, അഗി ഇങ്ങനെയുള്ള ഒരു ആളായിരുന്നില്ല അഗിന. അതായത് ഒരു ആൺകുട്ടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ നോക്കുന്നത്, ചില എന്നെ തൊടല്ലെന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടാവില്ലേ. അതായത് ഭയങ്കര ഇങ്ങനെ പുറത്തിറങ്ങാണ്ട് വീട്ടിൽ മാത്രം, അതായത് സ്കൂൾ ടു ഹോം, ഹോം ടു സ്കൂൾ അങ്ങനെ വളർന്ന പിള്ളേരുണ്ടാവില്ല. അങ്ങനെ ടൈപ്പ് ഒരാളായിരുന്നു അഗിനെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഉള്ള അഗിനെ കണ്ടാൽ ഒരിക്കലും പറയില്ല അങ്ങനെയുള്ള ഒരാളായിരുന്നു അഗിനാന്ന്. അപ്പം ഈ ഫയർഫ്ലൈസിലേക്ക് വന്നത് കൊണ്ട് അഗ്നയുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ്, എന്തെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എന്തുവാൻ പറയാൻ കേട്ടോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, അതിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയാവോ, ഷെയർ ചെയ്യാവോ? പറഞ്ഞ ഫസ്റ്റ് കാര്യം അല്ല ആ പറഞ്ഞത്, ഞാൻ ഭയങ്കരമായിട്ട് അത്യാവശ്യം വലിയ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വളർന്ന ഒരാളല്ല, ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നല്ല. എങ്കിലും വീട് സ്കൂളിൽ പറഞ്ഞ പോലെ സ്കൂൾ ആക്റ്റീവ് ആയിരുന്നു. വീട് അതിനപ്പുറത്തുള്ള ഒരു നാട്ടില് കമ്പനി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കോളേജിലാണെങ്കിലും ഡെയിലി ഡേ സ്കോളർ രാവിലെ പോകും, കോളേജിലുള്ള ആ ചുറ്റുപാടേ ഉള്ളൂ. കുറച്ചുകൂടി സോഷ്യലി ആവുന്നത് PG പഠിക്കുന്ന സമയത്താണ്. അപ്പൊ PG ആണെങ്കിലും ഫസ്റ്റ് ഇയർ ഒക്കെ
ഞാൻ അങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് കമ്പനി ആവില്ല. ഹോസ്റ്റലിൽ നിന്ന് ഇതല്ലാണ്ട് എനിക്കിങ്ങനെ കൊതിയായിരുന്നു എല്ലാവരുടെ അടുത്തും കമ്പനി ആയതൊക്കെ കാണുമ്പോ. ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ആ ഒരു വൈബിൽ നിൽക്കുന്ന പെട്ടെന്ന് പരിചയപ്പെട്ട് കമ്പനി ആവുന്നൊക്കെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. മൂസിക്ക് അറിയാം അർഷിലിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആ സമയത്ത്. അർഷിൽ പോകുമ്പോ യൂണിവേഴ്സിറ്റി മൊത്തം ഫ്രണ്ട്സുമായിട്ട് മിണ്ടിയിട്ടൊക്കെ പോവാം. അപ്പൊ ഞാനിങ്ങനെ ഇതെങ്ങനെ ഇത്രയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം PG കഴിഞ്ഞ് ഇറങ്ങുമ്പോ അർഷിൽ ഉണ്ടാക്കിയതിനേക്കാളും ഫ്രണ്ട്സ് എനിക്ക് അവിടെയുണ്ട്. ഞാൻ വിളിക്കുമ്പോ മിണ്ടാനും പറയാനായിട്ടില്ല. ചോദ്യം ചോദിച്ചെന്തായിരുന്നു? എന്തെല്ലാം മാറ്റങ്ങൾ ഫയർഫ്ലൈസിൽ വന്നത് ആ കൊണ്ട്, ഓക്കെ. അതുകൊണ്ടാണല്ലോ ഒരുപാട് അപ്പൊ ചേഞ്ചസ് വന്നത്. അപ്പൊ ഈ ഒരു കാര്യം ആ സ്റ്റാർട്ടിങ് ആൾക്കാരെ പ്രെജുഡൈസ് ചെയ്തിട്ടായിരുന്നു ഞാൻ സംസാരിക്കുക. ഒരു ബോർഡറിനപ്പുറം എനിക്ക് ഒരു കമ്പനി പോയിന്റ് ആവുന്നത് അല്ലേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രെജുഡൈസ് ചെയ്തിട്ട് സംസാരിക്കണം നമ്മൾ ആൾക്കാരോട്. പ്രെജുഡൈസ് ചെയ്തായിരുന്നു ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ അത് മാറി. കാരണം ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരനുസരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പഠിച്ചു. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റൻസ് പഠിച്ചു. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. അപ്പൊ അവർ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ചിലപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഒരുപാട് ക്ഷമ പഠിച്ചു. നെഗ്ലക്ട് ചെയ്യേണ്ട ആണെങ്കിൽ നെഗ്ലക്ട് ചെയ്യാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും പഠിച്ചു. പിന്നെ കുറെ കൂടി ആൾക്കാരെ കേൾക്കാൻ പഠിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. മറ്റുള്ളവരെ കേൾക്കാൻ കുറെ പഠിച്ചു. പിന്നെ സ്വന്തമായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം എന്ന സാധനം പഠിച്ചു. ഫയർഫ്ലൈസ് വന്നിട്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാനില്ല. കാരണം ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്റെ ഒരു സ്കില്ലാണ്. മാറ്റാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പഠിച്ചത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് എന്ത് സ്കില്ലാണ് എന്ന് ചിന്തിച്ചിരുന്ന ആളാണ്. ആ ഒരു കാര്യത്ത് ഒരാളെടുത്ത് സംസാരിക്കാൻ എന്റെ സംസാരം എപ്പോഴും ഭയങ്കര മടിയായിരുന്നു. പറയുന്നത് മനസ്സിലാവുകയാണ്. എന്റെ ഭാഷയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് എത്തി സാധനങ്ങളൊക്കെ അല്ലേ. ലൈക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, എങ്ങനെ സംസാരിക്കണ്ടെന്ന് പഠിച്ചു. അതേപോലെ സംസാരിക്കേണ്ട രീതി, എങ്ങനെ തുടങ്ങണം, എവിടെ എൻഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് പഠിച്ചു. എൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ തുടങ്ങണം, എൻഡ് ചെയ്യണം, ആ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഡീൽ ചെയ്യുന്നതോടെ ഇങ്ങനെ ഇരിക്കുന്നില്ല അടിപൊളിയായിട്ട്. അപ്പോ ഇതേപോലെ ഇപ്പൊ അഗിക്ക് വന്ന മാറ്റങ്ങൾ പറഞ്ഞു. ഇതേപോലെ അഗിന്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ഇങ്ങനെ ഫയർഫ്ലൈസിൽ എത്തിയത് കാരണം വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ തന്നെ ആയിരുന്നു ഫാമിലിന്ന് നിങ്ങളെ അഗിനെ നോക്കി കാണാറും അഗിനെ തിരിച്ച് ഫാമിലിനെ നോക്കി കാണാറും ഈ രീതിയിലായിരുന്നു? എന്തെല്ലാം മാറ്റങ്ങൾ ഫാമിലിയുടെ ഒരു മിനിറ്റ് കോള് വരുന്നുണ്ട്. DND മോഡ് ഓൺ ആക്കിയാൽ മതി കേട്ടോ. അഗി എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണ്. 2 മിനിറ്റ് ഒന്നും എടുക്കൂല, ഒരു 5 സെക്കൻഡ് കൊടുക്കാം. അഗി കം ബാക്ക്, ഫാൻസ് ആർ വെയിറ്റിംഗ്. അഗി ലെഫ്റ്റ് ആയി. അഗിപ്പോ റീജോയിൻ ചെയ്യും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അഗി എന്തോ കാരണം കൊണ്ട് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. റീജോയിൻ ചെയ്യിക്കാം. ഡോണ്ട് വറി. ഓക്കെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇതേ പോരും. ആളെത്തി. ഓക്കെ, അപ്പം തിരിച്ചു വരാം. ഓക്കെ തിരിച്ചു വരാം. ഓക്കെ, അപ്പം ലാസ്റ്റ് ചോദിച്ചതാണ് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇതേപോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അഗിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. എനിക്കറിയാം എന്റെ ഫാമിലിയിൽ ഇങ്ങനെ വോളണ്ടിയറിങ്ങിന് പോവാണ്, അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ പെയിന്റ് അടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ എന്തോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഉള്ള വീട്ടിൽ നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ
ആസ് എ വുമൺ എന്നുള്ള തരത്തിലും ചോദിക്കാം. എന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? മാനേജബിൾ ആണോ ഇപ്പൊ? സീരിയസ്ലി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴൊക്കെ ഒരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നെ. നാഷണൽ ക്യാമ്പിന് പോകാൻ പറ്റിയിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു അതിന്. അന്ന് ഈ പറഞ്ഞ പോലെ വുമൺ എന്ന് പറയണ്ട, സർക്കാർ പെൺകുട്ടി മതി. പെൺകുട്ടി എന്ന രീതിയിലാണെങ്കിലും ഒറ്റയ്ക്ക് വരുന്ന ഇതിലൊക്കെ ഒറ്റയ്ക്ക് വിടുന്നത് അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പോകേണ്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ, അമ്മ ഫയർഫ്ലൈസിന്റെ കാര്യമാണ്, അച്ഛ ഫയർഫ്ലൈസിന്റെ കാര്യമാണെന്ന് പറയുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഈവൻ അതുകൊണ്ടാണ് ഞാനിപ്പോ വയനാട്ടിൽ നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇത്ര ദൂരത്ത് വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ വീട്ടിൽ നിന്ന് വിടില്ല. അപ്പൊ ആ രീതിക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ നല്ല സപ്പോർട്ടാണ്. ഇന്നേ കാര്യത്തിന് പോകുമ്പോ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇതുപോലെ എന്താ പോയി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്തോ ഒരു ശരിയാണ്, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത് ശരിയാണ് എന്നൊരു കോൺഫിഡൻസ് വീട്ടുകാർക്കുണ്ട്. അതില് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ. അപ്പം ഫയർപ്ലേസിലെത്തി ഒരുപാട്, അതുകൊണ്ട് പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ വന്ന്, ഫാമിലിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, റെവല്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി. ക്യാമ്പിന് പോലും വിടാത്ത ആളെ വയനാടൊക്കെ ജോലിക്കൊക്കെ വിടാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വീട്ടുകാരൊക്കെ എത്തിക്കാൻ പറ്റി, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അപ്പോ ഇതൊക്കെ ഫയർപ്ലേസിൽ എത്തിയിട്ടാണെന്ന് ഒരു ഭാഗം പറയുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഫയർപ്ലേസിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ്സാവും എന്ന് തോന്നിയിട്ടുള്ള ഒരു അടിപൊളി മൊമെന്റ് ഏതാ? കൊറേ മൊമെന്റ്സ് ഉണ്ട്. ഞാൻ ഫയർപ്ലേസ് എത്തിയില്ലെങ്കിൽ ഇപ്പൊ ഞാനുള്ള ഈ ഒരു മൊമെന്റ് മീൻസ് ഈ ഒരു മന്ത് ആക്ച്വലി ഞാൻ എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ്. കാരണം ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു വില്ലേജ് ലൈഫ് ഉണ്ട്. ഗ്രാമം, അവിടുത്തെ കുറെ കമ്പനി ആൾക്കാര്, ഈ എന്താ പറയാ കൃഷി, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. അതൊന്നും ലൈഫിൽ ഉണ്ടാവും വിചാരിച്ചല്ല. അത് ഞാൻ ഇപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കുറെ ആൾക്കാരായിട്ട്, കുറെ നല്ല ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഈ ഒരു ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഉറപ്പാണ് ഫയർപ്ലേസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഭയങ്കര ഇത്. പക്ഷെ ഫയർപ്ലേസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഞാനിപ്പോ വയനാട് ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തന്നെ. അടിപൊളി കേട്ടോ, ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ അടുത്ത് കാന്താരി ഫെലോഷിപ്പ് എന്നുള്ള അതൊരു കടമ്പ തന്നെയാണ്. അതായത് സോഷ്യൽ എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സർവീസസ് സ്വന്തമായിട്ട് ഇങ്ങനെ NGOs സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലോഷിപ്പ് ഒക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു ടീമാണ് ഈ കാന്താരി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ ട്രിവാൻഡ്രാണ് അവര് തോന്നുന്നു. അപ്പം ആ ഒരു എക്സാം ഒരുപാട് പേര് ക്രാക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു ഇന്റർവ്യൂ ആൻഡ് എക്സാം ഒരു പ്രോസസ്സാണ് അവർക്ക്. അതൊക്കെ ഒരു 5 ലെവൽ ഉണ്ട് തോന്നുന്നു എനിക്ക്. അതൊക്കെ ക്രാക്ക് ചെയ്തിട്ട് ആ ഒരു ഫെലോഷിപ്പിന് അർഹയായിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന അഗ്ന. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു EVS അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത്, അതിന് എന്തെല്ലാം സപ്പോർട്ട് ആരുടെയൊക്കെ എടുത്തും കിട്ടി എന്നുള്ളൊരു കാര്യം പറയാമോ? കാന്താരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂസ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്നെ കൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ലൈവിന് വന്നിരിക്കുമ്പോൾ മൂസയ്ക്ക് അറിയാം മൂസ എന്തോരം കഷ്ടപ്പെട്ടാണ് എന്നെ ഈ ലൈവിന് വന്നിരുത്തിയത് എന്നുള്ളത്. സെയിം വേ കാന്താരിയിലേക്ക് ഞാൻ കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു. ഓൾവേസ് നമ്മുടെ സപ്പോർട്ടേഴ്സ് എപ്പോഴും ഉണ്ടാവുമല്ലോ, നമ്മളെ ഫയർപ്ലേസിന് കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതി, അല്ലെങ്കിൽ എനിക്കും ഒപ്പം ഫയർപ്ലേസിലേക്ക് എന്റെ കോൺട്രിബ്യൂഷൻസും കൂടെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള രീതിയാണ് നമ്മൾ കാന്താരിയിലേക്കുള്ള ഒരു വഴിയായി കണ്ടത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ മുതൽ അങ്ങോട്ട് ഏറ്റവും കാര്യം ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന കുറെ പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോ ഗൗതം ആണെങ്കിലും, പേര് ഞാൻ പറയുമ്പോൾ ഇവിടെ എത്ര പേർക്ക് അറിയുന്നറിയില്ല, അർഷിൽ, പ്രസേച്ചി, റൊണാൾഡ്, ഗൗരി, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുമ്പോൾ പറ്റും 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 എന്ന് പറഞ്ഞ് പുറകെ നിന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എല്ലാവരും. അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്പിനും ഇന്റർവ്യൂ 5 ഇതായിരുന്നു. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഇന്റർവ്യൂ, പിന്നെ ഒരു essay, പിന്നെ ഒരു ഇന്റർവ്യൂ, പിന്നെ ഒരു ഇന്റർവ്യൂ, ഇങ്ങനെയായിരുന്നു. അത് സീനാന്ന് മനസ്സിലായത് എന്റെ ഭാഗ്യത്തിന് അത് വീഡിയോ ആയിരുന്നില്ല, ഓഡിയോ ഇന്റർവ്യൂ ആയിരുന്നു.
ഓക്കെ ഓക്കെ പിന്നെ ഓഡിയൻസ്. ഇംഗ്ലീഷ് ഫോറിനേഴ്സ് ആയിരുന്നു ഇന്റർവ്യൂ എടുക്കുന്നത്. ഇംഗ്ലീഷ് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ഇന്റർവ്യൂയുടെ തലേ ദിവസം മുഴുവൻ ഞാന് അർഷു, ഫ്രിസേച്ചി, റൊണാൾഡ് ഇവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അവരിങ്ങോട്ട് ഇല്ല പറ്റുമെന്ന് പറഞ്ഞാൽ മോക്ക് ഇന്റർവ്യൂവും വിളിച്ചും കോൺഫിഡൻസിന്റെ അങ്ങേയറ്റം ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പം ആ ഒരു സപ്പോർട്ടിലാണ്. ചിലപ്പോൾ ഞാൻ മറന്നാലും ഞാൻ വേണ്ട ഞാൻ ഇല്ല എന്ന് പറയുമ്പോ അവരിങ്ങനെ തള്ളി വിട്ടോണ്ടാണ് നിക്കുന്നത്. ഇപ്പോ സെലക്ഷൻ കഴിഞ്ഞു, അതിന്റെ പ്രീ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ അസൈൻമെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോഴും അവരുടെ സപ്പോർട്ട് ഉണ്ട്. ഓരോ അസൈൻമെന്റ് വരുമ്പോഴും അഗ്ഗി മറക്കുന്നില്ലല്ലോ എന്നുള്ള അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഓൾവേസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വലിയൊരു കാര്യം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ലെവലിൽ നമുക്ക് എത്താം അല്ലേ? ഓക്കെ, അപ്പോ ഇതേപോലെ നമ്മള് ഇപ്പം ഫയർഫ്ലൈസിന് പറയുകയാണെങ്കിൽ വളണ്ടിയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്നു. പിന്നെ നമ്മളിപ്പം ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് ഈ വളണ്ടിയറിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ലൈക്ക് ഒരുപാട് NGOസിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്നും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോ ഈ കോവിഡിന്റെ സമയത്ത്, അതായത് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് എങ്ങനെ നമുക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ജനറൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോവിഡിന്റെ ഒരു ടൈമില് എനിക്കൊന്ന് ഫയർപ്ലേസ് ചെയ്തൊരു ഇതാണ് മെന്ററേസയുടെ പ്രൊജക്ട്. അതിപ്പോഴും ഓൺ ആണ്. മീൻസ് അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത് മെന്ററേസയുടെ. അതിൽ വന്നപ്പോ നമ്മുടെ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് കോവിഡിന്റെ സമയത്ത് നമ്മളിത് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ടാക്കിൾ ചെയ്തത് ഓൺലൈനിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കുട്ടികൾക്ക് അവയർനെസ് കൊറോണയെ കുറിച്ചും അതിന്റെ ഒപ്പം വേറെ കുറെ എൻവയോൺമെന്റിനെ കുറിച്ചും വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കുറെ പോയിന്റ്സിനെ കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക, മെന്ററിങ്ങിലൂടെ അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്താണ്. അപ്പൊ അതിന് നമ്മള് മെന്റേഴ്സിനെയൊക്കെ കുട്ടികളാണല്ലോ എപ്പോഴും അവർക്കറിയണ്ട. നമ്മളെപ്പോഴും അറിയുന്ന നമ്മൾ സെലക്ട് ചെയ്തൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് 8 to 10 ആയിരുന്നു. അപ്പൊ അവരെ മെന്റർ ചെയ്യാനുള്ള ആൾക്കാരെ നമ്മള് ഓൺലൈനിൽ ഇന്റർവ്യൂ വിളിച്ചായിരുന്നു ചെയ്ത്, ഇന്റേൺഷിപ്പ് കോൾ വിളിക്കായിരുന്നു. അപ്പൊ അതൊരു വോളണ്ടിയറിങ് ആയിരുന്നു. അവര് ഇൻട്രസ്റ്റോടെ വന്ന ആൾക്കാരായിരുന്നു. അവരുടെ സമയമുണ്ട് എന്ന രീതിയിൽ. അപ്പൊ അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ല കുറച്ചുകൂടി ഒരു സിറ്റുവേഷൻ ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ഏരിയയിലേക്ക് എല്ലാവരെയും കൂട്ടുന്നതിന് പകരം അവരവരുടെ ഏരിയയിലേക്ക് നമുക്ക് എത്തുന്ന രീതിയിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളൊരു ആക്ടിവിറ്റി കാസർഗോഡ് വിളിച്ചിട്ട് നമ്മൾ സാധാരണ ഒരു കളറിസ്മയിൽ പെയിന്റിങ്ങിന്റെ ഒക്കെ വർക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജില്ലയിലാണെങ്കിൽ അങ്ങോട്ടേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. അതിനു പകരം അവരവരുടെ അപ്പൊ അവരവരുടെ ഐഡിയാസ് ഉണ്ടാവും. നമ്മൾ കുറച്ച് ആ വലിയ രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വളണ്ടിയറിംഗും മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാന് വേറെ ഇതേപോലെ ഒറ്റ ജനറൽ ക്വസ്റ്റിനോട് ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോ വിമൻസ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നമ്മുടെ നാടിന് നമുക്കറിയാം ലൈക്ക് എങ്ങനെ സൊസൈറ്റി നോക്കി കാണുന്നത്. അത്തരത്തില് അഗിയുടെ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ലൈക്ക് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത്? എനിക്കില്ല, ഞാനങ്ങനെ ആ രീതിയിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒന്നായ കാര്യം. പിന്നെ പലപ്പോഴും പെൺകുട്ടി എന്നൊരു കൺസിഡറേഷൻ കിട്ടാറുണ്ട്. അപ്പം അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാം എന്ന രീതിയില് അത് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതിനൊരു ബുദ്ധിമുട്ടിന്റെ പിന്നെ ട്രാവലിംഗ് ഒറ്റയ്ക്ക് ഒരു മാനേജ് ചെയ്യുന്നതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫയർഫ്ലൈസിന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. എപ്പോഴും കൂടെ ഇടവും നടന്ന് നിൽക്കാൻ ആൾക്കാരുള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. മോശയോട് ഞാനിപ്പോ എന്താ ചോദിക്ക? ഒറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ. നീ എങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്നേ? എന്റെ കയ്യില് തലക്കണിക്കലട്ടാ, അവൻ ചില്ല് ചെയ്തിരിക്കുന്നതല്ല. അപ്പം നേരത്തെ ആക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചില്ലാവും. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു എങ്ങനെ സ്മൈൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന വെച്ചില്ല. അപ്പൊ അജി പറഞ്ഞൊരു ആൻസർ ഉണ്ട്. എന്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇപ്പോ ഞാൻ പഠിച്ച കാര്യമായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, അത് എന്റെ പാഷൻ ആയിരിക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പൊ ആ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില്ലായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ഒന്നെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞ പോലെ ഫയർഫ്ലൈസിൽ ഇപ്പൊ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ചില്ലായിരിക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പം ഏകദേശം അരമണിക്കൂറായി അല്ലെ? ഇനി ഒരു ഷൂട്ട് ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രിപ്പയർ ആയിരുന്നു, പിടിച്ചിരുന്നു കേട്ടോ. നീ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വായിക്കാനുള്ള അതേപോലെ സംസാരിക്കാനുള്ള ഈ രണ്ട് എബിലിറ്റിയും നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഓപ്ഷൻ ഉണ്ട് തിരഞ്ഞെടുക്കാൻ. ഏതാ തിരഞ്ഞെടുക്കാം? സംസാരിക്കാനുള്ളത് തിരഞ്ഞെടുക്കും. അതായത് സംസാരിക്കാൻ എബിലിറ്റി പൊക്കോട്ടെ എന്നാണോ, അല്ല സംസാരിക്കാനുള്ള എബിലിറ്റി എനിക്ക് വേണം എന്നാണോ? സംസാരിക്കാനുള്ള എബിലിറ്റി വേണം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് ഒരു ടീമില് നമുക്ക് ലീഡർഷിപ്പ് ഏറ്റെടുക്കണം, അതേപോലെ ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആവണം. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ what you would do? Which will you choose? മെമ്പറോ? ടീമിൽ മെമ്പർ ആവും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വൈ? ടീമിൽ മെമ്പർ ആയി കഴിഞ്ഞിട്ട് ലീഡർ വേറെ എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് സജഷൻസ് കൊടുക്കാലോ. നൈസ്. ഓക്കെ, അടുത്തത്. ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യണം, ഒരു പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷൻ വന്നാൽ ഏത് തിരഞ്ഞെടുക്കും? എക്സിക്യൂട്ട് ചെയ്യാൻ. ഞാൻ പ്ലാനിങ്ങിൽ കുറച്ച് വീക്കാണ്. നൈസ്. അപ്പം ഞാൻ കഴിഞ്ഞോടി, പേടിക്കണ്ട. താങ്ക്സ്. അപ്പൊ അടിപൊളിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അജിയുടെ ട്രാൻസ്ഫോർമേഷന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കേട്ടോ. ലൈക്ക് അങ്ങനെയുള്ളൊരു ഫാമിലി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായാലും ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്ന് മാത്രമല്ല, ഇതിലുള്ള നമ്മളിപ്പോ എല്ലാ സോഷ്യൽ വർക്കേഴ്സും ഇങ്ങനെ ഡ്രീം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു വോളണ്ടിയറിംഗ് ഫെലോഷിപ്പ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാന്താരി ഫെലോഷിപ്പ്. അപ്പൊ അതുപോലും ക്രാക്ക് ചെയ്യാൻ പറ്റുക പറയുന്നത് വളരെ അടിപൊളി ഒരു കാര്യമാണ്. അപ്പം ആ ലെവലിലേക്ക് അപ്പം എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് അഖില എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വ്യക്തി. ഇനി നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടാവും. അയ്യോ, അവർ ഓൾറെഡി കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഒരുപാട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വയനാട് ഇവിടെ അത്യാവശ്യം കുറെ സഹോദരങ്ങളുണ്ട്, നല്ല അടിപൊളി ബ്രദർമാരുണ്ട്. അവരെല്ലാരും കമന്റ് ഇട്ട് ഇപ്പൊ പോയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടിപൊളി ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നോക്കാം. നല്ല ഞെട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആരും വരില്ലേ? എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ സെഷന്. അപ്പം ഇനിയും അടുത്ത എപ്പിസോഡ് ഇതേപോലെ നമുക്ക് അടിപൊളി ഒരാളെ കൂടെ കൊണ്ടുവരണം. ഇനിയില്ല, എന്റെ 2-3 എപ്പിസോഡും കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു സീസണിൽ. അപ്പം ഇനിയും കൂടുതൽ തള്ളുകളോടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും. ഒരുപാട് പലർക്കും ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പലതിലും എത്തിച്ചേരാം എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ ഞാൻ എന്റെ തന്നെ കാര്യം പറയണം. അപ്പം അത്തരത്തില് നമ്മളൊക്കെ ഇങ്ങനെ സ്പീക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്കും അതൊരു ഭയങ്കര ഇതേപോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ നമ്മൾ ഇതേപോലെ സംസാരിക്കാം, സ്പീക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ്. എന്ത് പറയുന്നത്? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, ഉബൈദ് എന്തോ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചേ? ഇഷ്ടപ്പെട്ട അക്കാഡമിക് സബ്ജക്ട്. ഉബൈദ്
അല്ല, എൻവയോൺമെന്റൽ സയൻസ് ഞാൻ ആക്സിഡന്റ് എത്തിപ്പെട്ടതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട് നിൽക്കുക ഞാനിപ്പോ. അതിലെനിക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ്. എന്നെ അറിയുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയും പറഞ്ഞു തരും എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നീ ആക്രിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ആ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മാനേജ്മെന്റിൽ കൂടുതൽ പഠിക്കണം എന്നോ അതിനെന്തെങ്കിലുമൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹം. അപ്പം പെട്ടെന്ന് പറയുമ്പോഴും എനിക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഏരിയയിൽ ആ ഒരു ഏരിയ ആണ്, സെക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ. അതിലൊരു വേറെ കാര്യം ആഡ് ചെയ്യാന്, എന്റെ ബാഗിന്റെ സൈഡത്തെ പോക്കറ്റ്, ബോട്ടിൽ വെക്കുന്ന പോക്കറ്റ്, അതിലിപ്പം കംപ്ലീറ്റ് മിഠായി കവർ ഉണ്ടാവുക ഓൾ ടൈം. അതിന് എനിക്ക് എന്നെ പഠിപ്പിച്ചു തന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് അഖി എന്ന് പറയും. ഓളെ ബാഗിന്റെ പോക്കറ്റിൽ എപ്പോഴും കഴിക്കുന്ന മിഠായി കവറൊക്കെ സൈഡിലെ പോക്കറ്റിൽ അങ്ങ് ഇട്ട് വെക്കും, അല്ലാണ്ട് നിലത്ത് കളയില്ല. അപ്പൊ അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താ ആർച്ച ചോദിച്ചത്? അറ്റ് പ്രസന്റ് അഖിയേച്ചിയുടെ വീക്കസ്റ്റ് പോയിന്റോ? വീക്കസ്റ്റ് പോയിന്റ് എന്റെ ഇമോഷൻസ് ആണ്. ഞാൻ ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പോ പിടിച്ചടക്കി വരുന്നുണ്ട്. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യണം. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിരുന്ന ഒരു ഞാൻ ഉണ്ടായിരുന്നു. ഒരുപാട് ചിലരിൽ ഡിപ്പെൻഡന്റ് ആവുക എന്നുള്ളത്. അതിപ്പോ ഏറെക്കുറെ മാറി മാറി ഇൻഡിപെൻഡന്റ് ആവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ സ്വയം എക്യുപ്പിഡാവെന്ന് പറയല്ലേ, എനിക്ക് ആരുടെ ഒരു ഇത് വേണ്ട. ഇപ്പൊ ഇമോഷണലി ആരുടെ വേണ്ടെന്നല്ല, വേണം, സപ്പോർട്ട് എപ്പോഴും വേണം. ഫിറ്റ് ആവാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അല്ല, നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സപ്പോർട്ട് വേണം, പക്ഷെ ഡിപ്പെൻഡൻസി പാടില്ല. അത് എനിക്കറിയാം അത് അങ്ങനെയാണെന്ന്, പക്ഷെ എനിക്കൊണ്ട് പറ്റാറില്ല. ഇപ്പോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ അതിനെ ഇങ്ങനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് വേണം, ഡിപ്പെൻഡൻസി പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്റെ കോളേജ് ബെസ്റ്റ് മെമ്മറീസ് ഇൻ ബ്രണ്ണൻ കോളേജ്. ഏതോ ഒരു ഒപ്പം പഠിച്ച കൊളീഗ് ആണോ, ഫാനാണോ? ആരതി എന്റെ ഡിഗ്രി മേറ്റ് ആണ്. ബ്രണ്ണനിലെ എല്ലാം നല്ല മെമ്മറീസ് അല്ലേ. ബ്രണ്ണനിലെ തേർഡ് ഇയർ ഒക്കെ എങ്ങനെയാ മറക്കുക? എല്ലാം ടൂർ ആണെങ്കിലും കോളേജ് ഡേയ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ചായിരുന്നു. എസ്പെഷ്യലി ഞാൻ ലഞ്ച് കൊണ്ടുവന്ന എല്ലാരും കൂടെ അത് തിന്നുന്നതാണ് ബെസ്റ്റ് മെമ്മറി. ഇന്നും പൊതിച്ചോറ് കൊണ്ടുപോയിരുന്നു. അപ്പൊ പൊതിച്ചോറ് കാണുമ്പോ എപ്പോഴും ബ്രണ്ണൻ കോളേജിലെ നമ്മുടെ ലഞ്ച് ടൈം ഓർമ്മിക്കാറുണ്ട്. നൈസ്, നല്ല മെമ്മറി. അപ്പോ നമുക്കിങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? എന്നാല് ടോട്ടൽ ഇപ്പൊ അരമണിക്കൂറായി. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അഗിക്ക് പറയാനായിട്ട്, ലൈക്ക് ഞാൻ ചോദിക്കാത്തതുകൊണ്ട് പറയാൻ, അങ്ങനെയല്ല, അഗിക്ക് പറയാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും മൂസ തലയാണി എടുത്തിരുന്നത് പോലെ ഒരു ധൈര്യത്തിന് ഞാനൊരു പാവക്കുട്ടി എടുത്ത് വെച്ച് അതിനെ ഇങ്ങനെ ഞെക്കി ഞെക്കി ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കും. അടിപൊളി. മൂസയ്ക്ക് അറിയാം ഞാൻ എത്ര ടെൻഷൻ അടിച്ചിട്ടാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലൈവാണ്. വീഡിയോന്റെ മുമ്പിൽ വരാൻ എത്രത്തോളം മടിയായിരുന്നു എന്നുള്ളത്. ബട്ട് എന്ത് അടിപൊളിയായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇനിയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. കാഷ്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. അടുത്ത ചില്ല ടാക്കീസിൽ വീണ്ടും കാണാം. അടുത്ത ചില്ല ടാക്കീസ് സീസൺ 1 എപ്പിസോഡ് 3 ആയിരിക്കും. അപ്പൊ സീസൺ 1 എപ്പിസോഡ് 2 ഇവിടെ വി ആർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഫോർ എവരിവൺ. എല്ലാവരോടും ബൈ ബൈ. വന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനി അടുത്തതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും സ്റ്റോറീസിൽ ഇടും. അപ്പൊ സ്റ്റോറീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ് ഈ ഓഡിയൻസ്, ലൈക്ക് ഈ ഒരു ഗസ്റ്റിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, അതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അടിപൊളി ക്വസ്റ്റ്യൻസും വരും. അപ്പൊ അങ്ങനെ നമുക്ക് സെഷൻസ് ഒന്നുകൂടെ അടിപൊളിയായിട്ട് എൻഗേജ്ഡ് ആക്കണം. അപ്പം ഇന്ന് നമുക്ക് പിരിയാം. എനിക്കും എല്ലാവരും ഇത്ര നേരം കേട്ടതിന്, എന്റെ തള്ളു സഹിച്ചതിന്. ഓക്കെ, അപ്പൊ ശരിയാക്കി. ബൈ. ഓക്കെ.